കാനഡയ്ക്ക് മേൽ അധിക നികുതി ചുമത്തുകയോ അമേരിക്കയുടെ 51ാമത്തെ പ്രവിശ്യയാകാൻ സമ്മർദ്ദം ചെലുത്തുകയോ ചെയ്താൽ അമേരിക്ക ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് കാനഡ മുന്നറിയിപ്പ് നൽകിയതിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കയിലേക്കുള്ള എല്ലാ വൈദ്യുതി ഇന്ധന കയറ്റുമതിയും നിർത്തലാക്കുമെന്ന് കാനഡ പ്രഖ്യാപിച്ചതായി റിപ്പോർട്ട്. ട്രംപ് കാനഡയ്ക്ക് 20% തീരുവ ചുമത്താൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകളെ തുടർന്നായിരുന്നു കാനഡയുടെ മുന്നറിയിപ്പ്. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 4 പ്രധാന രാജ്യങ്ങളെയോ മറ്റ് രാജ്യങ്ങളുടെ ഭാഗങ്ങളെയോ തന്റെ രാജ്യത്തോട് കൂട്ടിച്ചേർക്കാൻ പദ്ധതിയിടുകയാണ്. ഇതിനായി സൈനികരെ വിന്യസിക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹം ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ഈ പ്രദേശങ്ങൾ ഉടൻ തന്നെ അമേരിക്കയോട് കൂട്ടിച്ചേർക്കണമെന്നാണ് ട്രംപിന്റെ ആഹ്വാനം. ആവശ്യമെങ്കിൽ മുഴുവൻ സൈന്യത്തെയും അയക്കുമെന്നും ട്രംപ് പറയുന്നു. അതുപോലെ മെക്സിക്കോയും അമേരിക്കയുടെ ഭാഗമായിരിക്കണം. ഇത് ചെസ്സ് കളിക്കുന്നത് പോലെയാണെന്നും സാമ്പത്തിക ഉപരോധം ഉൾപ്പെടെയുള്ള സമ്മർദ്ദങ്ങൾ അവരുടെ മേൽ ചെലുത്തുമെന്നും അവ അമേരിക്കയുടെ പുതിയ പ്രവിശ്യകളായി മാറണമെന്നും ട്രംപ് പറഞ്ഞു. കാനഡയെ അമേരിക്കയുമായി ലയിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് ട്രംപ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചതിന് പിന്നാലെ കാനഡയിൽ രാഷ്ട്രീയ പ്രതിസന്ധികൾ രൂക്ഷമായ സാഹചര്യമാണ്. ഇതിനിടയിലാണ് ട്രംപ് വീണ്ടും ഈ ശ്രമം നടത്തുന്നതെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. എന്നാൽ കാനഡ യുഎസ് ഇന്ധനത്തെ ആശ്രയിക്കുന്നില്ലെന്നും അമേരിക്കയാണ് കനേഡിയൻ ഇന്ധനത്തെ ആശ്രയിക്കുന്നതെന്നും അങ്ങനെയെങ്കിൽ അമേരിക്ക കാനഡയ്ക്ക് മേൽ അധിക നികുതി ചുമത്തുന്നത് ശരിയായിരിക്കില്ലെന്നുമാണ് കാനഡ മുന്നറിയിപ്പ് നൽകുന്നത്. അമേരിക്ക താരിഫ് ഏർപ്പെടുത്തിയാൽ അവർക്ക് കനേഡിയൻ ഇന്ധനം വാങ്ങാൻ കഴിയില്ല. പകരം ആവശ്യമെങ്കിൽ റഷ്യയിൽ നിന്ന് ഇന്ധനം വാങ്ങാം. കാനഡയ്ക്ക് വേണമെങ്കിൽ ചൈന, വെനിസ്വേല തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ഇന്ധനം വാങ്ങാം. കാനഡയ്ക്ക് മേൽ അധിക നികുതി ചുമത്തുകയോ അമേരിക്കയുടെ 51ാമത്തെ പ്രവിശ്യയാകാൻ സമ്മർദ്ദം ചെലുത്തുകയോ ചെയ്താൽ അമേരിക്ക ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് കാനഡയുടെ മുന്നറിയിപ്പ്. അമേരിക്കയിലേക്കുള്ള എല്ലാ വൈദ്യുതി ഇന്ധന കയറ്റുമതിയും നിർത്തലാക്കുമെന്ന് കാനഡ പ്രഖ്യാപിച്ചതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. എല്ലാ വർഷവും കാനഡ അമേരിക്കയ്ക്ക് ഗണ്യമായ അളവിൽ അസംസ്കൃത എണ്ണയും പ്രകൃതിവാതകം, വൈദ്യുതി എന്നിവ നൽകി വരുന്നുണ്ട്. 2024-ൽ കാനഡ പ്രതിദിനം ഏകദേശം 2.76 ദശലക്ഷം ബാരൽ അസംസ്കൃത എണ്ണ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്തു. ഇത് യുഎസ് ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ 60% വരും. അത്രമാത്രം അമേരിക്ക കാനഡയെ ആശ്രയിക്കുന്നു. 2024-ൽ കാനഡ പ്രതിദിനം ഏകദേശം 7.1 ബില്യൺ ക്യൂബിക് പ്രകൃതിവാതകമാണ് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്തത്. ഇത് യുഎസ് പ്രകൃതിവാതക ഇറക്കുമതിയുടെ ഗണ്യമായ തുകയാണ്. 2022-ൽ കാനഡ ഏകദേശം 53 ടെറാവാട്ട് വൈദ്യുതി അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്തു. കണക്കുകൂട്ടലുകൾ പ്രകാരം വൈദ്യുതി മുതൽ അസംസ്കൃത എണ്ണ, പ്രകൃതിവാതകം വരെയുള്ള എല്ലാറ്റിനും അമേരിക്ക കാനഡയെ ആശ്രയിക്കുകയാണ്.